നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ദുരന്ത സമയത്ത് രാഷ്ട്രീയം പറയുന്നു എന്നായിരുന്നു പിണറായി സർക്കാരിന്റെ കാലത്ത് CPMന്റെ പ്രതിഷേധത്തോടുള്ള ചോദ്യം. ഇന്ന് അതേ CPM അതിതീവ്രമായ മഴയുടെ പശ്ചാത്തലത്തിലും രാഷ്ട്രീയം പറയുകയല്ല, മറിച്ച് രാഷ്ട്രീയം കളിക്കുകയാണ്. സാധാരണക്കാർ തങ്ങളുടെ വീടുകളിലേക്ക് വെള്ളം കയറി തങ്ങളെ ഏറ്റവും വേണ്ടപ്പെട്ടവരും അറിയുന്നവരുമായ ചിലരൊക്കെ തന്നെ ജീവൻ നഷ്ടപ്പെടുകയും അയൽവക്കക്കാർ തങ്ങളുടെ കൺമുന്നിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയ സംഭവ വികാസങ്ങളെ കണ്ട് ഭയന്ന് വിറച്ച് വിലങ്ങലിച്ച് ക്യാമ്പുകളിലേക്ക് എത്തുകയാണ്. അവിടെയാണ് CPMന്റെ ഈ രാഷ്ട്രീയ കളികൾ നടക്കുന്നത്. കയ്യോടെ ഏതായാലും തൂക്കിയിരിക്കുകയാണ്. ഇക്കുറി ആ കളിക്ക് തുടക്കത്തിൽ തന്നെ തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. പ്രകൃതി ദുരന്തത്തിൽ നാട് നടുങ്ങി നിൽക്കെ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ പ്രവർത്തനം തകർക്കാനും സർക്കാരിനെതിരെ അനാവശ്യ ജനരോക്ഷം ഇളക്കിവിടാനും ശ്രമിച്ച രാഷ്ട്രീയ നാടകം സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് പൊളിച്ചടുക്കിയിരിക്കുകയാണ്. ആറന്മുളയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ പ്രാഥമിക സൗകര്യങ്ങളില്ലെന്നും സർക്കാർ സംവിധാനങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും ആരോപിച്ച് കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ രോക്ഷാകുലയായ സംസാരിച്ച സ്ത്രീയെ കൊണ്ട് സഖാക്കൾ ഇളക്കിവിട്ട് പറയിച്ചതാണ് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഒരമ്മ തങ്ങൾക്ക് ഒരു തരത്തിലും ഇവിടെ കഴിയാൻ സാധിക്കുന്നില്ല, ഒരു അടിസ്ഥാന സൗകര്യം ഒന്നുമില്ല, ചെറിയൊരു ഗുളികയും കഴിച്ച് മാത്രമാണ് നിൽക്കുന്നത്. ഇതിനേക്കാൾ എന്തോ ഭേദമായിരുന്നു പിണറായി വിജയൻ സഖാവിന്റെ അല്ലെങ്കിൽ ഭരണം എന്നായിരുന്നു ആ അമ്മ പറഞ്ഞു വെച്ചത്. എന്തായാലും ഇതിനെതിരെ ശക്തമായ രീതിയിൽ പാർട്ടിക്കകത്ത് നിന്ന്, അതായത് ഭരണപക്ഷത്തിനകത്ത് നിന്ന് തന്നെ രൂക്ഷമായ വിമർശനം ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് നേരെയല്ല, മറിച്ച് ഇവിടുത്തെ റവന്യൂ വകുപ്പിന്റെയും ഏകോപനത്തിൽ പാളിച്ചകൾ പറ്റിയിട്ടുണ്ടോ, അങ്ങനെ പാളിച്ചകൾ പറ്റാൻ പാടില്ല, അത് കൃത്യമായി ഏകോപിപ്പിക്കേണ്ടതുണ്ട് എന്ന പാർട്ടിക്കകത്ത് തന്നെ ഒരു സംസാരം ഉണ്ടാവുകയുണ്ടായി. അതിനുശേഷം നമുക്കറിയാം അബിൻ വർക്കി അദ്ദേഹം ശക്തമായി ഇതിന് ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്ന ഒരു MLA ആണ്. അദ്ദേഹം രാഷ്ട്രീയം ഒന്നും നോക്കാതെ എല്ലാ സംഘടനകളുടെയും സഹായം ചോദിച്ച് അഭ്യർത്ഥിക്കുന്ന ഒരു സാഹചര്യം പോലും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അബിൻ വർക്കിക്ക് ഇതിനെക്കുറിച്ച് അറിയണമെന്ന് വ്യക്തമായതിന് പിന്നാലെയാണ് അമ്മ അങ്ങനെ പറയാനുള്ള സാഹചര്യം ആ ക്യാമ്പിൽ ഇല്ലല്ലോ എന്ന് ഓർക്കുകയും അവിടേക്ക് നേരിട്ടെത്തുകയും അറിയുകയും ഒക്കെ ചെയ്തപ്പോൾ പിന്നീടാണ് സത്യാവസ്ഥ പുറത്തായത്. നമുക്കതൊന്ന് കേൾക്കാം. എന്തോനായി ഗവൺമെന്റ് ഞങ്ങൾ ഉണ്ടായിട്ടല്ലേ ഇവര് കയറി പോകുന്നത്. ഇനി ഞങ്ങൾ കണ്ടോളാം. ഇതിനെക്കാട്ടി എന്തോ ഡീസന്റ് ആയിരുന്നു വിജയൻ. എന്തോത്തിനായി ഗവൺമെന്റ് ഞങ്ങൾ ഉണ്ടായിട്ടല്ലേ ഇവര് കയറി പോകുന്നത്, ഇനി ഞങ്ങൾ കണ്ടോളാം, ഇതിനേക്കാൾ എന്ത് ഡീസന്റ് ആയിരുന്നു വിജയൻ എന്നൊക്കെ വാർത്താ ചാനലിന് മുന്നിൽ വൈകാരികമായി പൊട്ടിത്തെറിച്ച അതേ അമ്മയാണ് പിന്നീട് ക്യാമ്പിൽ വെച്ച് തിരിഞ്ഞു നിന്ന് മറുപടി പറയുന്ന അവസ്ഥയിൽ കണ്ടത്. രാവിലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന രോക്ഷം പ്രകടിപ്പിച്ച അമ്മയോട് രാവിലെ എന്തൊക്കെയോ പരാതി അമ്മയ്ക്ക് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, എന്തായിരുന്നു വിഷമം എന്ന് പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ സത്യം പുറത്തു വന്നത്. അമ്മേ, രാവിലെ എന്തൊക്കെയോ പരാതി, അമ്മയ്ക്ക് എന്തൊക്കെയോ വിഷമമുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്തായിരുന്നു? എന്റെ പോലെ എനിക്കൊന്നും അറിയത്തില്ല. എന്റെ അടുത്ത് നിന്ന് വിജിലിമം പറഞ്ഞു ഇന്നതുപോലൊക്കെ പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത്രയേ ഉള്ളു കാര്യം, അല്ലാതെ ഒരു കാര്യവും ഇല്ല. തനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നും അത് തന്റെ അടുത്തു നിന്ന ബിജിലി ഇർമോൻ ചില കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞതുകൊണ്ട് താൻ അങ്ങനെ പറഞ്ഞതാണെന്നുമാണ് അമ്മ തുറന്നു പറഞ്ഞത്. എന്റെ ബിജിലി മോൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ കാര്യം, അല്ലാതെ വേറൊരു കാര്യവുമില്ല എന്ന അമ്മയുടെ വെളിപ്പെടുത്തലോടുകൂടി രാവിലെ ചാനലിൽ കണ്ട രോക്ഷ പ്രകടനം കേവലം തിരക്കഥ മാത്രമാണ് എന്ന് വ്യക്തമായി. ആരാണ് ഈ ബിജിലി മോൻ? എന്നാലും എന്റെ ബിജിലി മോനെ, നീയൊക്കെ ഇങ്ങനെയായി പോയല്ലോടാ എന്ന ചോദ്യവുമായി രാഹുൽ മാങ്കൂട്ടവും രംഗത്തെത്തിയിട്ടുണ്ട്. രാവിലെ പലരും അയച്ചു തന്നൊരു വീഡിയോ ആണ്. കണ്ടപ്പോൾ വലിയ വിഷമം തോന്നി. ഏതൊരു പാവപ്പെട്ട അമ്മ ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ നിൽക്കുകയാണ്. ആ ക്യാമ്പിലെ പരിമിതികളെ പറ്റി പറയുന്നു. എന്തോത്തിനാണ് ഈ ഗവൺമെന്റ് എന്ന് ചോദിക്കുന്നു. ഏറ്റവും ഒടുവിലായി ഇതിനേക്കാൾ എത്രയോ ഡീസന്റ് ആണ് ആ വിജയൻ എന്ന് ചോദിച്ചിട്ട് പോകുന്നു. ഇത് കണ്ടപ്പോൾ തന്നെ ജില്ലയിൽ ഉത്തരവാദിത്തപ്പെട്ട ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് വിവരം അറിയിച്ചു. ആറന്മുള MLA ശ്രീ അബിൻ വർക്കിയെ ഫോണിൽ കിട്ടിയപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചു. അതിനുശേഷം എനിക്കിപ്പോൾ അബിൻ തന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യം അയച്ചു തന്നിരിക്കുന്നത്. അമ്പട കേമ സഖാവ് ബിജിലി കുട്ട, കോഴഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗമാണ് ഈ ബിജിലി മോൻ എന്ന് പറയുന്ന ചങ്ങാതി. എന്റെ പൊന്നു ബിജിലി, ആ പമ്പയാറ്റിലൂടെ കുത്തിയൊലിച്ചു വരുന്ന ചെളി വാരി തിന്നാൽ ഇതിനേക്കാൾ അന്തസ്സ് കാണും. ഒരു നാടിനെ ചേർത്ത് പിടിക്കുന്ന നാട്ടിലെ MLA അബിൻ വർക്കിയും കുറെ ഉദ്യോഗസ്ഥന്മാരും വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളുമെല്ലാം ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുമ്പോൾ അതിനിടയിലും ഈ വിഷവുമായി കയറാൻ ചില്ലറ ഉടുപ്പൊന്നും പോരെന്റെ പൊന്നു ചങ്ങാതി. നിങ്ങളെപ്പോലുള്ള ദുരന്തങ്ങളെയും ഈ മഴയും ഒരുപോലെ ഈ നാട് നേരിടും. ഈ ദുരന്തത്തിന് ഈ നാട് തിരിച്ചടി നൽകുക തന്നെ ചെയ്യും. CPM കോഴഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗമായ ബിജിലി പി ഈശോ എന്ന നേതാവാണ് ക്യാമ്പിലെ അന്തരീക്ഷം കളങ്കപ്പെടുത്താൻ ഈ സ്ത്രീയെ മുന്നിൽ നിർത്തി നാടകം കളിച്ചതെന്നാണ് സോഷ്യൽ മീഡിയയും പ്രാദേശിക വൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത്. കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിൽ, അതായത് മേലുകര കിഴക്ക്, ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിരുന്നു ബിജിലി.
മഴക്കെടുതിയിൽ ആശ്വാസ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കേണ്ട ദുരിതാശ്വാസ ക്യാമ്പുകളെ രാഷ്ട്രീയ ലാഭത്തിനായി ദുരുപയോഗം ചെയ്യുകയായിരുന്നു ഇതിന് പിന്നിൽ പ്രവർത്തിച്ച നേതാവെന്നാണ് ഉയരുന്ന പ്രധാന ആരോപണം. പ്രകൃതി ദുരന്തങ്ങൾ അതിജീവിക്കാൻ നാടൊന്നാകെ കൈകോർക്കുമ്പോൾ ദുരിതബാധിതരായ സാധാരണക്കാരെ കരുവാരി വ്യാജ പ്രചരണവും രാഷ്ട്രീയ കുത്തിത്തിരിപ്പുകൾ നടത്തുന്നത് തടയാൻ പട്ടാളം ഇറങ്ങിയാലും നടക്കില്ലെന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയയിൽ കടുത്ത പ്രതിഷേധം ഉയരുന്നത്. നാടിന് ഭീഷണിയാകുന്ന പ്രകൃതി ദുരന്തങ്ങളെക്കാൾ അപകടകരമാണ് ദുരന്തമുഖത്ത് പോലും പാർട്ടി ലാഭത്തിനായി വ്യാജ വാർത്തകൾ ചമയ്ക്കുന്ന ഇത്തരം രാഷ്ട്രീയ തന്ത്രങ്ങളെന്ന് പൊതുസമൂഹം വിലയിരുത്തുന്നു. സംഭവത്തിൽ പ്രതിപക്ഷത്തു നിന്ന് പ്രാദേശിക ജനങ്ങളിൽ നിന്നും കടുത്ത അമർഷമാണ് ഉയരുന്നത്. ദേശാഭിമാനിയും ഈ വാർത്ത ആഘോഷിച്ചിരുന്നു. ദേശാഭിമാനിയിൽ സത്യത്തെ തമസ്കരിച്ച ഈ വാർത്ത വന്നത് ഇങ്ങനെയാണ്: വെളിച്ചമില്ല, യാതൊന്നുമില്ല, ഞങ്ങൾ ആകപ്പാടെ അനാഥരായി. എന്ത് ഡീസന്റ് ആയിരുന്നു വിജയൻ. ആറന്മുളയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നുള്ള അമ്മയുടെ വാക്കുകളിൽ ഉണ്ട് എല്ലാം. ഇന്നലെ രാവിലെ വന്നതാണ്. വെള്ളമില്ല, വെളിച്ചമില്ല, ഒരു സൗകര്യമില്ല. എന്ത് സർക്കാരാണിത്? ഞങ്ങൾ ഉണ്ടായിട്ടല്ലേ ഇവർ കയറി പോകുന്നത്? ഇനി ഞങ്ങൾ കണ്ടോളാം. ഇതിനേക്കാളും എന്ത് ഡീസന്റ് ആയിരുന്നു വിജയൻ. പ്രമുഖ ചാനൽ നൽകിയ ദുരിതബാധിതരായ അമ്മയുടെ വീഡിയോ ലക്ഷങ്ങളാണ് ഇതിനോടകം കണ്ടത്. ഇതാണ് ഇന്ന് കേരളത്തിന്റെ മനസ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേശാഭിമാനി ഇത് ആഘോഷിച്ചത്. പക്ഷെ ദേശാഭിമാനിയിലൊക്കെ തന്നെ കാര്യങ്ങൾ വന്ന് ആഘോഷം തുടങ്ങുന്നതിന് 1 മണിക്കൂറകം തന്നെ ഇതെല്ലാം കെട്ടിപ്പൂട്ടി പോകേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുകയാണ്.